ഭാഷയുടെ സംസ്കാരം എല്ലാവർക്കും എന്ന ആശയവുമായി അമേരിക്കയിലെ മെംഫിസ് സ്വദേശിയായ മലയാളി ശ്രീമതി രമ്യ ഒരുക്കിയിരിക്കുന്ന സംസ്കൃത എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് risa.org ഉദ്ഘാടന മഹോത്സവത്തിനും സമർപ്പണത്തിനും സാക്ഷികളാകുവാൻ ചരിത്രമൊരുക്കുന്ന ഈ കലാഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സദസ്സിൽ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളിലോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആദ്യമേ ഞാനതിനെ ക്ഷമ ചോദിക്കുന്നു. റിസ ഫൗണ്ടേഷൻ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഇതിന് പ്രധാനമായ ഉദ്ദേശം സംസ്കൃത ഭാഷയുടെ സാഹിത്യ ഭംഗി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതെങ്ങനെ എത്തിക്കാമെന്നുള്ളതിന് 4 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചതാണ്. അപ്പോഴാണ് ക്ലാസ്സുകളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്ന കാവ്യഭംഗി ഇന്ന് സംസ്കൃതം പഠിക്കാത്ത സാധാരണക്കാർക്ക് അറിയില്ലാത്തതാണ്. പലർക്കും ഇതിൻ്റെ എല്ലാം പേരുകൾ അറിയാം, കാവ്യങ്ങളുടെയും കൃതികളുടെയും. എന്നാൽ തന്നെ എന്താണ് ഇതിൻ്റെ സാഹിത്യ ഭംഗി എന്നവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. സംസ്കൃതം പഠിക്കാൻ സാധിക്കാത്ത ഒരു ഭാഷയാണെന്ന് കരുതുന്നത് കൊണ്ടോ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടോ ഇതിലെന്താണ് ഇത്ര ഭംഗി എന്നറിയാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരു പക്ഷേ ആരും അതിന് ശ്രമിക്കാത്തത്. സംസ്കൃതം പഠിക്കാത്ത അതിനെക്കുറിച്ച് താല്പര്യമുള്ള പലരും ഇത് വായിച്ച് ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ നമ്മളെല്ലാം ക്ലാസ്സുകളിൽ ആസ്വദിച്ച് എന്നെ പഠിപ്പിച്ച പലരുടെയും പേരുകൾ ഞാനിവിടെ പറയണം. എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷയോട് എനിക്ക് സ്നേഹം വന്നത്, ഇഷ്ടം തോന്നിയത് അവരുടെ എല്ലാം ക്ലാസ്സുകളിൽ ഇരുന്നത് കൊണ്ടാണ്. മലയാളത്തിൽ എന്ന പോലെ തമിഴിലും ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും സ്പാനിഷ്, ജർമ്മൻ എന്നീ ഭാഷകളിലും വിവർത്തനം ചെയ്യാനുള്ള പ്രാരംഭഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം സഹായിക്കുന്നത് കാലടി യൂണിവേഴ്സിറ്റിയിൽ എന്നെ പഠിപ്പിച്ചതും എന്നെ പരിചയമുള്ളതുമായ അധ്യാപകരാണ്. അതുകൂടാതെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇതിനെന്നെ സഹായിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലെ വിവർത്തനം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ റോഡ്സ് കോളേജിലെ ഏഷ്യൻ സ്റ്റഡീസ് ഡയറക്ടറായ ഡോക്ടർ ഡേവിഡ് മേസനാണ്. അദ്ദേഹം സംസ്കൃതം ഇന്ത്യയിൽ വന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. വളരെയധികം ഈ ഭാഷയോട് താല്പര്യമുള്ള ആളാണ്. 3-4 പ്രാവശ്യം തെറ്റിദ്ധരുത്തി സമയമെടുത്താണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉദ്ദേശം നമ്മളുടെ അഭിമാനമായ ഈ ഭാരതീയ സംസ്കൃതി, ഈ സംസ്കൃത ഭാഷ, അതിലെ കാവ്യങ്ങൾ, അതിലെ സാഹിത്യ ഭംഗി, അതുപോലെ തന്നെ നമ്മളുടെ അഭിമാനമായ നമ്മളുടെ കലാകാരന്മാർ, ഇവിടെ വന്നിരിക്കുന്ന മധു ബാലകൃഷ്ണൻ, കവാലം ശ്രീകുമാർ, ഭാഗ്യലക്ഷ്മി ചേച്ചി, അതുപോലെ എൻ്റെ മറ്റു പ്രോജക്റ്റുകൾ ചെയ്യുന്ന അവർക്ക് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല, ഉണ്ണിമേനൻ, വേണുഗോപാൽ, ഇവരെല്ലാവരും തന്നെ നമ്മുടെ അഭിമാനമാണ്. ഇവരെയെല്ലാം ലോകം മുഴുവൻ അറിയട്ടെ. ഇവരുടെ ശബ്ദം എല്ലാ നാടുകളിലും എത്തട്ടെ. നമ്മളുടെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ കഴിവുകൾ എല്ലാവരും അറിയട്ടെ. നമ്മുടെ ഭാഷയുടെ ഭംഗി, സാഹിത്യ ഭംഗി എല്ലാവരും അറിയട്ടെ, അത് ആസ്വദിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ ഫൗണ്ടേഷനാണ്. ഇതൊരു നന്മയാണ്, ഇതൊരു സ്നേഹമാണ്, ഇതൊരു കൂട്ടായ്മയാണ്. ഇതിന് എന്നോട് സഹകരിക്കുന്ന
എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖം അവസാനിക്കും. മഹനീയമായ ഈ ഉദ്യമത്തിന് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുവാനായി കാരകിൽ ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു. വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇത്. ഭാരതത്തിൻ്റെ ആത്മസത്തയായ സംസ്കൃത ഭാഷ, ഏതൊരു ഭാഷ പഠിച്ചാലാണോ നാം ജനിച്ച നമ്മുടെ ജന്മഭൂമിയെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ നമുക്ക് ലഭിക്കുന്നത്, ആ മഹനീയമായ ഉദാത്തമായ സാംസ്കാരിക ധാരയുടെ ഏറ്റവും ഉജ്ജ്വലമായ പ്രാതിനിധ്യം സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി ഒരുപക്ഷെ പുതിയ തലമുറ ഈ ഭാഷയിൽ നിന്നും ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ നിന്നും സാംസ്കാരിക ധാരകളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഭാഷയും സംസ്കാരവും പഠിക്കേണ്ടതാണ് എന്നും അത് പ്രചരിപ്പിക്കേണ്ടതാണ് എന്നും അതിൻ്റെ പ്രചാരത്തിലൂടെ വിശ്വസംസ്കൃതിക്ക് ഒരു പുതിയ മുഖം, മനുഷ്യമുഖം അത് ലഭിക്കുമെന്നും ഉള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി നന്മയുടെ, സ്നേഹത്തിൻ്റെ എല്ലാം പ്രതീകമായി ലിസ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഡബ്ബിംഗ് മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കലാകാരി ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 2 വാക്ക് സംസാരിക്കുമെന്ന് സ്നേഹത്തോടെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നേരത്തെ രമ്യ പറഞ്ഞതുപോലെ യാതൊരു പരിചയവുമില്ലാത്ത ഒരു പെൺകുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ USA നിന്ന് വിളിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, മഹാകവി കാളിദാസൻ്റെ മേഘസന്ദേശം അല്ലെങ്കിൽ മേഘദൂതം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ശരി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചതൊക്കെ, പക്ഷെ ആ പ്രായത്തിൽ ഇതൊന്നും അത്ര വലുതായിട്ട് മനസ്സിൽ കയറാതെ പിന്നെയാണല്ലോ വിവരം വയ്ക്കുന്ന കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും ഇത് മറന്നുപോയി. കാലക്രമേണ മേഘസന്ദേശം എന്ന് പറയുന്ന മേഘദൂതം നമ്മൾ മറന്നു. അങ്ങനെ ഇരുന്നിട്ട് ഇത് വായിച്ചു തുടങ്ങുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആ
സ്നേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് സന്ദേശം ഇങ്ങനെ അയക്കുന്ന ഓരോ സ്ഥലവും കടന്നു പോകുമ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള വർണ്ണനയും തൻ്റെ പ്രണയം ഒക്കെ ഇങ്ങനെ അറിയിക്കുകയാണ്. അതൊരു മനോഹരമായൊരു അനുഭവമാണ്. ഇന്നത്തെ തലമുറ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. നമ്മളൊന്നും അനുഭവിച്ച സന്തോഷവും സ്വാതന്ത്ര്യവും യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നില്ല എന്ന് കൂടി എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു നല്ല തലമുറ ഉണ്ടാവട്ടെ. അതുപോലെയുള്ള പല പുരാണ ഇതിഹാസ കഥകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ലെങ്കിലും ഇങ്ങനെയുള്ളവർ അതിന് തയ്യാറാകുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക സന്തോഷത്തോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനത്തിന് രമ്യയോട് എൻ്റെ എല്ലാ നന്ദിയും എല്ലാ ആശംസകളുമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്യരെ, രമ്യ കുറേ നാളുകൾക്ക് മുമ്പ് ഈ പ്രോജക്റ്റുമായി US-ൽ നിന്ന് വരുന്നതിന് മുമ്പ് കുറച്ച് നാൾ എൻ്റെ അടുത്ത് ഓൺലൈനിൽ പാട്ട് പഠിച്ചു. അതിനുശേഷമാണ് ഇതിൽ ഇങ്ങനെ പ്രോജക്റ്റിനെ പറ്റി ഒക്കെ ഇങ്ങനെ പറയും. പിന്നീട് അത് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൊരു വളരെ സ്ലോ പ്രോസസ്സായിരുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് എല്ലാം പാടിക്കഴിഞ്ഞ് അതിനു മുമ്പ് എങ്ങനെ പാടണം, താളത്തിൽ വേണോ അത് ശ്ലോകത്തിൽ വേണോ എന്നൊക്കെ ഞാനും കുറേ ആലോചിച്ചു. പക്ഷെ അവസാനം ഈ ഒരു രീതിയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചത്, ശ്ലോകത്തിൽ തന്നെ. അത് ഏത് രൂപത്തിലും ചെയ്യാവുന്ന ഒരു എന്താ വരികളെ താളത്തിലും ചെയ്യാവുന്ന വരികളാണ് മനോഹരമായി. അതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ വിവരണം എടുക്കാനായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്യുകയും അതിനുശേഷം അത് മിക്സ് ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ വെബ്സൈറ്റിൻ്റെ കാര്യം പറയുകയും അതിൽ ഇത് വരികയും ഒക്കെ ചെയ്തത് അതിനുശേഷമാണ്. അപ്പം അത് ആദ്യമേ എന്താ പറയണ്ട ഒരു രമ്യയുടെ ആ ഒരു സംസ്കൃത ഭാഷയോടുള്ള ആ ഒരു സ്നേഹം, ആ പ്രേമം എന്നത് അത് വളരെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. സംസ്കൃതത്തെ, ഈ കാവ്യത്തെ എങ്ങനെ പ്രചരിപ്പിക്കാം, എങ്ങനെ സാധാരണ മനുഷ്യരിൽ എത്തിക്കാം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു. അതിനോടുള്ള ആ സ്നേഹം അത് മറ്റുള്ളവരും രസിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി രമ്യ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ ഇനോഗ്രേഷൻ വരെ എത്തിയിരിക്കുന്നു. ഇനിയും പല പ്രോജക്ട്സും പലരും പല ഗായകരെ കൊണ്ട് പാടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ഒരു തുടക്കമാണ്. നമ്മുടെ സംസ്കാരം എന്താ പറയുക, സംസ്കൃതത്തിലൂടെ കാളിദാസൻ മുതലായവർ നമുക്ക് തന്നിട്ടുള്ള വലിയ നിധി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെടാതെ എത്തിക്കാൻ ഒരു ശ്രമം, അത് എന്തുകൊണ്ടും അത് ശ്ലാഘനീയമാണ്. അതിന് എല്ലാവിധ ആശംസകളും. അതിൽ ഞാൻ തുടക്കമുള്ളൊരു ശ്ലോകം മാത്രം ഞാൻ ചൊല്ലാം. അത് എങ്ങനെയാ ചൊല്ലുമെന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും കശ്ചിത് കാന്താ വിരഹ ഗുരുണാ കശ്ചിത് കാന്താ വിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമത്തഃ ശാവേനാസ്തം ഗമിത മഹിമാ വശഭോഗീന ഭക്തോ യക്ഷശ്ചക്രേ ജനകതനയാ സ്നാന പുണ്യോദകേഷു സ്നിഗ്ധഛായാതരുഷു വസതി രാമഗിര്യാശ്രമേഷു സ്നിഗ്ധഛായാതരുഷു വസതി രാമഗിര്യാശ്രമേഷു.
ബഹുമാനപ്പെട്ട ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചി, ശ്രീ ആർ കെ ദാമോദരൻ അവർ, ശ്രീ ജെറി മാത്യു, ഡോക്ടർ സി കെ ജയന്തി, ഡോക്ടർ സംഗമേശ്വരൻ, പിന്നെ ഇന്നത്തെ താരം ശ്രീമതിരം, കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നമസ്കാരം. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതൊരു വലിയ ഭാഗ്യമായി തന്നെ കരുതുകയാണ്. ഒരു 5 or 6 ടെലിഫോൺ കോളുകളിലുള്ള ഒരു പരിചയം മാത്രമേ എനിക്ക് രമ്യയായിട്ടുള്ളൂ. പക്ഷേ രമ്യ സംസാരിക്കുമ്പോൾ ഒരു ലക്ഷ്യബോധം ഉള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ തോന്നി. അധികം താമസിയാതെ രമ്യ ഒരു മഹാസംഭവമായി മാറും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. രമ്യ ഒരു തരത്തിൽ ഭാരതത്തിന് വേണ്ടി ഒരു സർവീസ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഭാരതത്തിൻ്റെ ഭാഷയായ സംസ്കൃതത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനൊരു ലിസ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തതിൽ വളരെ വളരെ സന്തോഷം. അതുകൂടാതെ കലാകാരന്മാരെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് കുറച്ച് മുമ്പ് രമ്യ സംസാരിച്ചപ്പോൾ മനസ്സിലായി. കാരണം എന്നെപ്പോലുള്ള ഗായകരുടെ ശബ്ദം ഈ രമ്യയുടെ പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്തത് അതും ഞങ്ങളുടെ ശബ്ദവും ലോകം മുഴുവൻ പ്രചരിക്കും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അപ്പോൾ കലയെയും കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നും എനിക്ക് തോന്നി. മറ്റൊരു തരത്തിലൊരു പുണ്യകർമ്മം കൂടിയാണ് ചെയ്യുന്നത്, ദേവഭാഷയായ സംസ്കൃതത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് വഴി. എന്തായാലും ഇതിലൊരു ഭാഗമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. രമ്യയുടെ പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ ഒരു പങ്കാളിയാവാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അധികം താമസിയാതെ ഭാരതത്തിൽ നിന്നും ഭാരതത്തിന് പുറത്തുള്ള പല വിദേശ രാജ്യങ്ങളിൽ നിന്നും രമ്യയ്ക്ക് അനേകം അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഉദ്ഘാടകൻ, ശങ്കരാചാര്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, എൻ്റെ സുഹൃത്തുക്കളായ ശ്രീ കാവാലം ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ, ഭാഗ്യലക്ഷ്മി ചേച്ചി, രമ്യ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധികം നീട്ടുന്നില്ല, തോൽപ്പാവത്തിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, സംസ്കൃതം എന്നൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കരിക്കപ്പെട്ടതെന്നാണ്. അങ്ങനെ ഒരു ഭാഷയ്ക്ക് മാത്രമേ ഒരു പേരുള്ളൂ. മലയാളമെന്നോ ഹിന്ദിയെന്നോ എന്നാ പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമില്ല. ഏറ്റവും സംസ്കരിക്കപ്പെട്ടത് മുഴുവൻ ഒരു ദേശത്തിൻ്റെ ഭാഷയുടെ സംസ്കൃതി മുഴുവൻ പിഴിഞ്ഞ് ഉള്ളതാണ് നമ്മുടെ സംസ്കൃതം എന്ന ഭാഷ. സംസ്കൃതത്തിൻ്റെ ജ്ഞാനം മലയാളികൾ ഇങ്ങനെ വിഡിത ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഇതായിട്ട് വരുന്ന സമ്പ്രദായത്തിൽ നമുക്ക് അപ്പോൾ സംസ്കൃതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അത്രയും അതിലുള്ള സംസ്കൃതി മുഴുവൻ അറിയണമെങ്കിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ക്ലാസിക്സിൻ്റെ സൗന്ദര്യം മുഴുവൻ അറിയണമെങ്കിൽ നമ്മൾക്ക് സംസ്കൃതം അറിഞ്ഞേ മതിയാവും. ഇത് കർക്കിടക മാസമാണ്. വാൽമീകി രാമായണം മര്യാദയ്ക്ക് വായിച്ചവർ, കേട്ടവർ തന്നെ ഉണ്ടാവില്ല. അതിൽ എന്തെങ്കിലും ജ്ഞാനമുള്ളവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും വായിച്ചു നോക്കിയിട്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഡോക്ടർ പൗലോസ്, നമ്മുടെ സംസ്കൃത പണ്ഡിതനായിട്ടുള്ള പൗലോസ് സാറിനെ ബന്ധപ്പെടാറുണ്ട്. പൗലോസ് സാറിന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണ്. ഈയിടെ ഞാനൊരു സ്ഥലത്തേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അന്ന് കാലത്ത് തന്നെ ഇവിടെ നമ്മുടെ ഭാരതത്തിലെ മാംസ ആഹാരങ്ങളുടെ ഗോഗ്നഹ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. ഒരു 5 മിനിറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ ലളിതമായ ഭാഷണത്തിലൂടെ ഈ സംസ്കൃതത്തിലൂടെ പഠിപ്പിച്ചു. അപ്പൊ ഈ സംസ്കൃതം എന്ന് പറയുന്നത് നമ്മൾക്ക് മലയാളത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം പകുതി സംസ്കൃതമാണ്. മുഖം, നഖം, ഇതൊക്കെ സംസ്കൃതമാണ് സംഭവം. പക്ഷെ നമ്മൾ അറിയാതെ ഉപയോഗിച്ചു പോകുന്ന സംഭവങ്ങളാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ സംസ്കൃതി മനസ്സിലാക്കണമോ, സംസ്കൃതം പഠിച്ചിരിക്കണം.
സംസ്കൃതം എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെട്ടത് എന്നുള്ള ഒരു വാക്കുള്ള ഇംഗ്ലീഷിനോ മലയാളത്തിലോ വേറെ ഒരു ഭാഷയ്ക്ക് അങ്ങനെ ഒരു അർത്ഥം തന്നെയില്ല. അപ്പൊ ഈ മനുഷ്യൻ സംസ്കൃത ചിത്തനാവണം എന്നൊക്കെ പറയുന്നത് ഇതിൽ നിന്നാണ്. ഇത് ഉണ്ടാവണമെങ്കിൽ കാളിദാസനെയും ഭൗതിയൊക്കെ പഠിച്ചേ മതിയാവൂ നമ്മൾ. നന്ദി പറയാനായിട്ടുള്ളത് ഫൗണ്ടേഷനിലെ മറ്റ് മെമ്പേഴ്സാണ്. പക്ഷേ അവരെല്ലാം അമേരിക്കയിലായതുകൊണ്ട് ആമുഖവും നന്ദി ഞാൻ തന്നെ പറയുകയാണ്. എനിക്ക് നേരിട്ട് വളരെ അടുത്തറിയാത്ത പരിചയമില്ലാത്ത ഒരുപാട് പേർ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ ഈ വേദിയിലെത്തി ഈ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. അതിൽ ഒരാൾ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ റാഡ് സാറാണ്. സാറിനെ എനിക്ക് അടുത്തറിയില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്നെ പഠിപ്പിച്ച ജയന്തി ടീച്ചർ തന്ന ധൈര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചത്. അത് തന്നെ നേരിട്ട് പോയി ക്ഷണിക്കാൻ സാധിച്ചതുമില്ല. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ തന്നെ സംസ്കൃത ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണെന്ന് അറിഞ്ഞ് ഇതിലേക്ക് വരാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തോട് ഞാൻ ആദ്യമേ ലിസറിസ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രോജക്റ്റിൽ എൻ്റെ കൂടെ 2 വർഷത്തോളം നിരന്തരമായി ഫോൺ ചെയ്യുകയും തെറ്റിദ്ധരുത്തുകയും ഇതിലെന്നോടൊപ്പം ഒരുപാട് തവണ സഹകരിക്കുകയും ചെയ്ത കാവാലം ശ്രീകുമാർ സാറിനും ഭാഗ്യലക്ഷ്മി ചേച്ചിക്കും ഇവിടെ വരാൻ അവർ കാണിച്ച സന്മനസ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. മധു ബാലകൃഷ്ണൻ അദ്ദേഹത്തെയായിട്ട് എനിക്ക് അടുത്തറിയില്ല, വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ വരാമെന്ന് പ്രോഗ്രാമിൻ്റെ സമയം അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഇങ്ങോട്ടെത്തിയ അദ്ദേഹത്തിനും ഞാൻ റിസറിസ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള ഒരാളാണ് RK ദാമോദരൻ സാർ. അദ്ദേഹവുമായി എനിക്ക് വളരെ കുറഞ്ഞ സമയത്തെ പരിചയം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഉണ്ണിമേനോൻ സാറാണ്. ഇതിനു മുൻപ് ഒരു പത്രസമ്മേളനം നടത്തേണ്ടതുണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ വരാൻ ചില തടസ്സങ്ങളുള്ളതിനാൽ ഞാൻ ക്ഷണിച്ച അധ്യാപകർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പത്രസമ്മേളനം എങ്ങനെ നടത്തണമെന്നും എന്തു പറയണമെന്നും എനിക്ക് ഇപ്പോഴും പരിചയക്കുറവാണ്, ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ എൻ്റെ കൂടെ വന്ന് ഇരുന്ന് എങ്ങനെ പറയണമെന്ന് എന്നെ പഠിപ്പിച്ച ഞാൻ വളരെയധികം ബഹുമാനത്തോടെ കാണുന്ന ശ്രീ RK ദാമോദരൻ സാറിന് എൻ്റെ പേരും റിസറിസ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ കടപ്പാട് ഞാൻ അറിയും. ഇതിനേക്കാൾ ഉപരി എന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പഠിക്കുന്ന കാലത്ത് ഒരു വോട്ട് പോലും ചെയ്തു കൊടുക്കാത്ത എന്ന് എന്നെ എപ്പോഴും കളിയാക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അവർ വളരെയധികം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതിൽ മേഘദൂതത്തിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത ശ്രീ പ്രദീപ് കേച്ചേരി എൻ്റെ സഹപാഠിയാണ്. ഇതിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂടെ സഹകരിച്ച ഈ ഭാഷയെക്കുറിച്ച് ഒന്നും അറിയാതെ തന്നെ എൻ്റെ ഈ ശ്രമത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ച് എൻ്റെ സഹപാഠിയായ ശ്രീ ബിജു ആൻ്റണിക്കും ഞാൻ റിസറിസ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി വളരെ വിലപ്പെട്ട എൻ്റെ സമയം ഇതിന് ചെലവഴിക്കാൻ എന്നെ എല്ലാ തരത്തിലും
പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ കുടുംബത്തോട് ഏറ്റവും അധികം ബഹുമാനത്തോടെ ആത്മാർത്ഥതയോടെ ഞാൻ നന്ദി പറയുന്നു. സംസ്കൃത ഭാഷയുടെ വെബ്സൈറ്റായ റിസ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന കലാരൂപം തോൽപ്പാവക്കൂത്താണ്. യുദ്ധമധ്യത്തിൽ ഭാര്യ നിഗ്രഹം ചെയ്ത് രാജമാണ് കിഷ്കിന്ധയും പത്നിയായ ഉമയെയും ഭാഗ്യത്തെയും തറലാൻ കേട്ടയോ സുഗ്രീവാ? ഞാൻ ചെയ്ത കുറ്റങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി പോന്നത്. ഭാഷാ വെബ്സൈറ്റിന്റെ ഭാഗമായി രചിച്ച റിസ എന്ന വെബ്സൈറ്റിന്റെ രമ്യ സതീഷിനും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമല്ല ഇതിൽ പങ്കെടുത്ത എല്ലാ സംഘാടകർക്കും ഈ പാവക്കൂത്ത് കാണാൻ വന്ന എല്ലാ നാട്ടുകാർക്കും സദസ്യർക്കും എല്ലാവിധമായ ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിയും കൂടാതെ ഈ റിസ എന്ന വെബ്സൈറ്റ് ലോകാലോകമെങ്ങും അറിയുവാൻ എല്ലാവിധമായ സൗഭാഗ്യങ്ങൾ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മംഗള സമ്മാനം വാങ്ങി മംഗളം പാടി Chandra